എല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. വി കണ്ടിന്യൂ. നമ്മൾ മാതാവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 148 ഖണ്ഡികയാണ്. വിശ്വാസാനുസരണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തിഭാവമാണ് കന്യകാമറിയം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുകയും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സമ്മതം നൽകുകയും ചെയ്ത മറിയം ഗബ്രിയേൽ ദൂതൻ നൽകിയ സന്ദേശവും വാഗ്ദാനവും വിശ്വാസപൂർവം സ്വീകരിച്ചു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്തു. ഈ വിശ്വാസ നിമിത്തമാണ് പരിശുദ്ധ കന്യകാമറിയത്തെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് മാതാവ് അതിലേക്ക് എത്തിച്ചേർന്നത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് മാത്രമല്ല, ഗബ്രിയേൽ ദൂതൻ അത് പറയുമ്പോൾ മറിയത്തിൻ്റെ അകത്ത് സുവിശേഷം അല്ലെങ്കിൽ തിരുവചനങ്ങൾ പഠിക്കുക എന്നത് ഇസ്രായേലിൻ്റെ ഒരു ചട്ടമാണ്. അപ്പോൾ മറിയം ആ ചെറുപ്രായത്തിൽ, ആ കുഞ്ഞ് 14-15 വയസ്സ് കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ചട്ടമനുസരിച്ച് അവർ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം പഠിക്കണം. ഇവിടെയാണ് നമ്മൾക്കുള്ളൊരു വ്യത്യാസം. നമ്മൾ ആ കാലഘട്ടത്തിൽ ആൾജിബ്ര, ടെക്നോമെട്രി എല്ലാം പഠിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നു. എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ ഞായറാഴ്ച ആണ് അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ. പിള്ളേരോട് തന്നെ മാതാപിതാക്കൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും, അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പം നീ ഒരു ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ നീ എൻട്രൻസ് മര്യാദയ്ക്ക് പഠിക്കുകയെ, നീ അത് നഷ്ടപ്പെടരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. മനസ്സിലാകുന്നുണ്ട്? എന്നോട് ക്ഷമിക്കണം. നമ്മൾ പ്രിയോറിറ്റി, ഒന്നാം സ്ഥാനം ഈശോയുടെ വചനത്തിന് കൊടുത്താൽ മാത്രമേ ബാല്യകാലം മുതൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകേണ്ട ഒരു വലിയ വ്യത്യാസമാണ്. നമ്മളുടെ കുഞ്ഞു മക്കളെ കുഞ്ഞാങ്ങളായിരിക്കുമ്പോൾ തന്നെ തിരുവചനങ്ങൾ പഠിപ്പിച്ചാൽ മാത്രമേ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം നമുക്ക് കാണാം. അതല്ലെങ്കിൽ മക്കൾ വലുതായി കഴിയുമ്പോഴാണ് നമ്മൾക്ക് പ്രയാസം. അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പള്ളിയിൽ വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല, ദൈവമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ദൈവമുണ്ടോ എന്നുള്ളതിനൊരു പ്രൂഫ് താ, എന്നാലേ ഞാൻ വരുള്ളൂ. അപ്പോൾ ഇത് 10-15 വയസ്സായി കഴിയുമ്പോൾ പിള്ളേർ നമ്മൾ ഇങ്ങോട്ട് പറയണതിൻ്റെ കാരണം, നമ്മൾ മാതാവിൻ്റെയൊക്കെ ജീവിതത്തെ അനുകരിക്കേണ്ടവരാണ്. മാതാവിൻ്റെ ജീവിതത്തെ അനുകരിക്കുമ്പോൾ അവരുടെ മാതാവിൻ്റെയും ഈശോയുടെ ജീവിതം, ഈശോ 12 വയസ്സായിരുന്നപ്പോൾ തന്നെ നിയമമെല്ലാം പഠിച്ച് സൺ ഓഫ് ദ ലോ എന്ന ആ കോൺസെക്രേഷന് വേണ്ടിയിട്ടാണ് 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നത്. 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം ബാലൻ ദേവാലയത്തിൽ ചെന്ന് അവിടെ ഒരു സമർപ്പണ ശുശ്രൂഷ, കോൺസെക്രേഷൻ നടത്തുന്നത്
കോൺസെക്രേഷൻ നടത്തുന്നത് ഇതെല്ലാം പഠിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടാനും അതിനുശേഷം 12 വയസ്സ് കഴിയുമ്പോൾ ആ ബാലന് ദൈവവചനം വ്യാഖ്യാനിക്കാനും ദൈവവചനം പ്രകീർത്തിക്കാനുമുള്ള അനുമതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ധ്യാനങ്ങളെല്ലാം ആയിരിക്കുന്നതിലൂടെ നമ്മൾ ഈ ആശയം മനസ്സിലാക്കി വരുന്നു. അപ്പോൾ വചനം കാണാപ്പാഠം പഠിക്കുക മാത്രം പോരാ, ആ വചനത്തെ കുറച്ചുകൂടി അതിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ വചനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാതാവിന് മാലാഖ വന്നത് പറഞ്ഞപ്പോൾ ഉടനെ അത് വിശ്വസിക്കാൻ സാധിച്ചതിൻ്റെ ഒരു കാരണം മറിയത്തിൻ്റെ ഹൃദയത്തിൽ ഈ വചനങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. കന്യക ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും എന്ന തിരുലിഖിതം മറിയത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവരതിനെക്കുറിച്ചെല്ലാം ധ്യാനിക്കാറുണ്ടായിരുന്നു. എന്തായിരിക്കും ധ്യാനിക്കുക? ആരായിരിക്കും ആ കന്യക? ആരായിരിക്കും ആ കന്യക? അപ്പോൾ നമ്മളിതെല്ലാം പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു ആശയം, നമ്മൾക്ക് അന്ന് പഠിച്ചില്ലെങ്കിലും നമ്മളെ ആരും പഠിപ്പിച്ചില്ലെങ്കിലും ഇപ്പോഴെങ്കിലും നമ്മളിത് പഠിക്കണം. ദാറ്റ് ഈസ് ഷുവർ. എത്ര പ്രായമായാലും പഠിക്കുന്നതിന്, തിരുവചനം പഠിക്കുന്നതിന് കുഴപ്പമില്ല. രണ്ടാമത്, നമ്മുടെ കുഞ്ഞുമക്കളെ ഇത് പഠിപ്പിക്കണം. മക്കളെയും കുഞ്ഞുമക്കളെയും. അങ്ങനെ അപ്പോൾ മാതാവിൻ്റെ ഈ വിശ്വാസത്തെ കുറിച്ചും വിശ്വാസാനുസരണത്തെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് പരിശുദ്ധ അമ്മ മാതാവ് സഭയുടെ ഒരു മോഡലാണ്. ഷീ ഈസ് ദ മോഡൽ ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാതാവിനെ കുറിച്ച് തന്നെയുള്ളൊരു ചാക്രിക ലേഖനമുണ്ട്. റിഡംതോറിസ് മാത്തർ, രക്ഷകൻ്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവിത സാക്ഷ്യമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിത സാക്ഷ്യത ഇതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ കുഞ്ഞുനാളിലെ മരിച്ചുപോയി. അങ്ങനെ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചു പോയിട്ട് പിന്നെ പരിശുദ്ധ അമ്മയെ തൻ്റെ അമ്മയായി സ്വീകരിച്ചു. ഇതുപോലെ തന്നെയാണ് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അമ്മയും കുഞ്ഞുനാളിൽ മരിച്ചുപോയി. എന്നിട്ട് കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ഒരു 10 വയസ്സുള്ള സമയത്ത് ഭയങ്കര ഒരു പനി വന്നു. ആ പനി വന്നിട്ട് അടുത്ത സഹോദരിക്കും പനി വന്നായിരുന്നു. ആ പനി വന്നിട്ട് പനി മാറുന്നില്ല, മാരകമായൊരവസ്ഥ പോലെ വന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അവരുടെ വീട്ടിൽ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. വിക്ടറി, അവർ ലേഡി ഓഫ് വിക്ടറി എന്നാണ്, വിജയമാതാവ് എന്നാണ് ആ സ്റ്റാച്ചുവിൻ്റെ പേര്. ആ മാതാവിൻ്റെ സ്റ്റാച്ചുവിനെ അവർ കൊച്ചുത്രേസ്യ കുഞ്ഞ് കിടക്കണ ആ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് മറ്റുള്ള സഹോദരിമാരെല്ലാം മുട്ടുകുത്തി അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയേ, ഞങ്ങളുടെ കൊച്ചുറാണിക്കൊന്നും വരുത്തല്ലേ മാതാവേ. പക്ഷെ അങ്ങനെ ഭയങ്കര പനിയിൽ മരിക്കുമെന്നുള്ള മാതിരി അവസ്ഥയിലായിരിക്കുമ്പോൾ കൊച്ചുറാണിക്ക് മാതാവിൻ്റെ ആ രൂപത്തിൽ നിന്ന് ഒരു പ്രകാശം കൊച്ചുത്രേസ്യയിലേക്ക് ഇങ്ങനെ വന്നിട്ട് മാതാവ് ശരിക്ക് ജീവനോടെ കാണപ്പെടുന്നതായിട്ടും പുഞ്ചിരിക്കുന്നതായിട്ടും കാണപ്പെടുകയും അതിനെ തുടർന്ന്
ഉടനെ പനി പൂർണ്ണമായിട്ട് മാറി, സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ അന്നു മുതൽ ആ സ്റ്റാച്യുവിൻ്റെ പേര് മാറ്റി വിക്ടറി, സ്റ്റാച്യു ഓഫ് വിക്ടറി എന്ന് മാറ്റിയിട്ട് സ്മൈലിംഗ് മാതാവ്, പുഞ്ചിരിക്കുന്ന മാതാവ് എന്നാക്കി. ആ മാതാവിൻ്റെ സ്റ്റാച്യു, അതിൻ്റെ ഒറിജിനൽ രൂപം ലിസിയിലുള്ള കാർമൽ മിണ്ടാമഠത്തിലുണ്ട്. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രൂപം അതിൻ്റെ പുറത്ത് കൊച്ചുരശ്യ പുണ്യവതിയുടെ രൂപം വെച്ചിരിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ജീവിതത്തിൽ ആ അമ്മ മരിച്ചു, മാതൃസ്നേഹം അങ്ങനെ മാതാവിലൂടെ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു രഹസ്യമാണ്. അപ്പോൾ നമ്മൾ മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മൾ കൊന്ത ചെല്ലുന്നു. ഞാനെല്ലാം കുഞ്ഞായിരുന്നപ്പോൾ മരിയൻ സൊഡാലിറ്റി കണ്ടോ, മരിയൻ സൊഡാലിറ്റി, ശനിയാഴ്ച ദിവസം നമ്മൾ മരിയൻ സൊഡാലിറ്റിയുടെ പ്രാർത്ഥനകളൊക്കെ ചിലത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം മാതാവിനോടുള്ള ഭക്തിയിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുള്ളതിൽ 1-2 അനുഗ്രഹം ഇതാണ്. ആ മാതൃസ്നേഹം, നമ്മിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം നിറയുന്നൊരവസ്ഥ. ഇപ്പോഴത്തെ സിസ്റ്റർ ആനി പ്രഭയെല്ലാം ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് കർമ്മലിട്ട മാതാവ്, അവർ ലേഡി ഓഫ് കാർമൽ, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ചില മാതാവിൻ്റെ പ്രത്യേകതകൾ. അപ്പം അതിലെ ഒരു കാര്യം ഇതാണ്, സ്നേഹവും വിശ്വാസവും പ്രത്യാശയും. വിശ്വാസം, ശരണം, സ്നേഹം. അപ്പം ഈ 3 പുണ്യങ്ങളും അതാണ് നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കുന്നതെങ്കിലും അതങ്ങനെ ഓടിച്ച് പ്രാർത്ഥിച്ചു പോയാൽ പോരാ. വിശ്വാസം, ശരണം, സ്നേഹം. അപ്പം ഇതെല്ലാത്തിൻ്റെയും ഉള്ളിലെ രഹസ്യം എന്താ? രഹസ്യം ദൈവവചനം ആണ്. ദൈവവചനം. മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പല മരിയോളജിസ്റ്റുകളും, അതായത് ഇതൊരു വലിയ ദൈവശാസ്ത്രമാണ്. ഞാൻ കഴിഞ്ഞ വർഷം സ്പെയിനിലായിരിക്കുമ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു ബഹുമാനപ്പെട്ട വൈദികനുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം അവിടെ സ്പെയിനിൽ PhD എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു എന്താണ് സബ്ജക്റ്റ്? അപ്പോൾ മരിയോളജിയാണ് ഉണ്ടോ. ഇപ്പോഴും അനേകം വൈദികരും സന്യസ്തരും എല്ലാം മരിയോളജിയിൽ, മാതാവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രത്തിൽ വളരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഈ വിശ്വാസത്തിൻ്റെ അനുസരണം ഉണ്ടാകുന്നതിൻ്റെ ഒരു മൂലം ആണ് നമ്മൾ പഠിച്ചത്. മറിയത്തിൻ്റെ ഹൃദയത്തിൽ ദൈവവചനം ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. ആ വചനം മാലാഖ പറഞ്ഞപ്പോൾ ആ വചനത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മറിയത്തിന് അത് വിശ്വസിക്കാൻ സാധിച്ചു. ഈ വിശ്വാസം കുഞ്ഞുനാളിലെ നമുക്കുണ്ടെങ്കിൽ നമ്മൾക്കും നമ്മുടെ യുവാക്കൾക്കുമെല്ലാം വളരെ നിരാശയാണ്. ചില സമയത്ത് നിരാശ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, എന്തു സംഭവിക്കും, കുറച്ച് മാർക്ക് കിട്ടി ഒരു പരീക്ഷയിൽ തോറ്റുപോയാൽ ആകെ പ്രയാസമായി, എല്ലാം നശിച്ച പോലെയാണ് തോന്നുന്നത്. ഭാവിയെക്കുറിച്ച് എപ്പോഴും ഒരു ഉത്കണ്ഠയാണ്. അതിൻ്റെ എല്ലാം കാരണം നമ്മുടെ വിശ്വാസം സുവിശേഷാധിഷ്ഠിതമായിരിക്കണം. അതല്ലാതെ വരുമ്പോഴാണ്. അപ്പം ഞാൻ കൂടുതൽ വിശദീകരിച്ച് പോകുന്നത് കൊണ്ട് ക്ഷമിക്കണം. 494 പോകാം നമുക്കിനി. 494. നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. പുരുഷനെ അറിയാതെ
പരിശുദ്ധാത്മശക്തിയാൽ താൻ അത്യുന്നതൻ്റെ പുത്രന് ജന്മം നൽകുമെന്ന അറിയിപ്പ് ലഭിച്ചയുടൻ മറിയം വിശ്വാസത്തിൻ്റെ വിധേയത്വത്തോടെ ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല എന്ന ഉറപ്പോടെ പ്രതിവചിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കേട്ടോ, നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. പുരുഷനെ ഇപ്പോൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി, വചനം മാംസമായി എന്നുള്ളതിന് നമ്മൾ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. അപ്പോൾ മറിയം അവിടെ വിശ്വസിച്ചതിൽ കർത്താവ് അരുളി ചെയ്ത വാക്കുപോലെ സംഭവിക്കും എന്ന വചനം പോലെ സംഭവിക്കും എന്നതോടൊപ്പം തന്നെ മറ്റൊരു വലിയ രഹസ്യം അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്താണ്? പരിശുദ്ധാത്മാവിലൂടെ, ഒരു പുരുഷനെ കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ മറിയത്തിൻ്റെ ആത്മാവിൽ വളരെ ശക്തമായ ബോധ്യമുണ്ടായി. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രബോധനത്തിലുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ സുവിശേഷത്തിൽ ആദ്യം മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. ഇനി മറ്റൊരു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മറ്റൊരു പ്രബോധനത്തിൽ പറയുന്നുണ്ട്, പഴയ നിയമ പുസ്തകങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വരും എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ പുതിയ നിയമം തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു എന്നുള്ളതാണ്. ഉണ്ടോ? അപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകൾക്ക് അധികം പ്രാധാന്യം അന്ന് അവർ കൊടുത്തിരുന്നില്ല. ഒരു സ്ത്രീയുടെ മേൽ പരിശുദ്ധാത്മാവ് വരും എന്ന് അവിടെ പഴയ നിയമത്തിൽ എവിടെയും അങ്ങനെ എഴുതിയിട്ടില്ല. അവൻ്റെ മേൽ വരും. ഇപ്പോൾ കർത്താവ് ഈശോ മിശിഹായുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപ് ആ ഈശോ മിശിഹ, അതായത് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത് തന്നെ ആരിൽ പരിശുദ്ധാത്മാവ് വന്നതിലൂടെയാണ്? മറിയത്തിൽ പരിശുദ്ധാത്മാവ് വന്നതിലൂടെയാണ്. ഇതും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വരും എന്ന യേശയ്യാ പ്രവചനം 61 പറയുന്നത് ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഈശോ 30 വയസ്സിൽ പറയുന്നത്. എന്നാൽ ഈശോയെ മറിയം ഗർഭിണിയാകുന്നത് തന്നെ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നതിലൂടെയാണ്. അപ്പോൾ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിലും 1-ാം അധ്യായത്തിൽ 1:18 യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിലും നമുക്ക് കാണാം. അപ്പം പുരുഷനെ അറിയാതെ 494 പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മശക്തിയാൽ താൻ അത്യുന്നതൻ്റെ പുത്രന് ജന്മം നൽകും എന്ന അറിയിപ്പ് ലഭിച്ചയുടൻ മറിയം വിശ്വാസത്തിൻ്റെ വിധേയത്വത്തോടെ ദൈവത്തിന് അസാധ്യമായ യാതൊന്നും ഇല്ല എന്ന ഉറപ്പോടെ പ്രതിവചിച്ചു. അപ്പോൾ 2 കാര്യമാണ്. ഒന്ന്, വചനം മാംസമാകും. വചനം കർത്താവ് അരുളി ചെയ്താൽ അത് സംഭവിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു വിശ്വാസം നമ്മൾക്ക് ദൈവവചനത്തിലൂടെ ഉണ്ടാകണം. പ്രത്യേകിച്ച് എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലുള്ള വചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആ പുതിയ നിയമം സുവിശേഷം ആദ്യം വായിക്കുകയും അതിൽ നിന്ന് മുകളിലോട്ട് പഴയ നിയമഭാഗങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ എല്ലാ ദിവസത്തെയും സുവിശേഷത്തിൽ വേദവായനയിൽ നമുക്ക് ഈ കണക്ഷൻ കിട്ടും.
അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായി പോകണം. അവിടെ ഒരുപക്ഷെ വിശുദ്ധ കുർബാനയിൽ വചനവ്യാഖ്യാനം ചിലപ്പോൾ ഇല്ലെങ്കിലും നമ്മൾ അതിനു മുൻപേ തന്നെ വചനവ്യാഖ്യാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അത് വലിയ അനുഭവമാകുന്നത്. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. അപ്പോൾ നിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. അത് എന്നിൽ സംഭവിക്കട്ടെ. ഒരു 14-15 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കണത്. 14-15 വയസ്സുള്ള, ഇപ്പോൾ സാധാരണ സഭയുടെ പാരമ്പര്യത്തിൽ എല്ലാവർക്കും അറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ 14-15 വയസ്സുള്ള പെൺകുട്ടികൾ, അതായത് പെൺകുട്ടികൾ ആർത്തവദശയായി കഴിയുമ്പോൾ തന്നെ അവരുടെ കല്യാണ നിശ്ചയം നടത്തുന്നു. അപ്പോൾ അങ്ങനെ ആ ചെറുപ്രായത്തിൽ മറിയത്തിന് ഇതുപോലെയുള്ള ഒരു വിശ്വാസമുണ്ടായി. മാത്രമല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയൊരു ബോധ്യമുണ്ടായി. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10-40 വയസ്സ് വരെ പരിശുദ്ധാത്മാവ് പ്രാവാണ്, വെള്ളമാണ്, തീയാണെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതൊരു കാറ്റ് പോലെ ഒരു അരൂപിയാണ്. പക്ഷെ ഒരിക്കലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് ഒരു 40 വയസ്സ് വരെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഞാനുള്ള കാര്യം പറയാം. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ അവരാലാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ എന്നെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു പ്രബോധന മേഖലയിലും ഇതേമാതിരി ധ്യാനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എൻ്റെ അകത്തങ്ങ് തുടിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതോടെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമുണ്ടായി. അന്ന് എഴുതിയിരിക്കുന്ന ഗാനങ്ങൾ തന്നെയാണ് ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ എന്ന് പറയണത് ഒരു വ്യക്തിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ വേറൊരാളുണ്ടെന്നേ. എന്തേ പറയണേ, എൻ്റെ ഹൃദയത്തിൽ ഒരാൾ. ഒരു ഗർഭിണിയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് കുതിച്ച് ചാടുന്നു എന്ന പോലെ കുതിച്ച് ചാടുന്ന പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി നമ്മുടെ ആത്മാവിൽ. അതൊരു സഭാപിതാവ് പറഞ്ഞിട്ടുണ്ട്. വി ആർ എന്തായാലും നല്ലൊരു ഭാഷ, നമ്മുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഒരു വ്യക്തിയായി കുടികൊള്ളുന്നു. അപ്പം ഇവിടെ ഈ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഭാഗത്ത്. ഒന്ന്, വചനമാംസമാകുന്നു. അപ്പോൾ അത് കർത്താവിൻ്റെ മാലാഖയിലാണ് അതിൻ്റെ ഒറിജിൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി കേട്ടോ. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി എന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. നിങ്ങളെ അതോർത്ത് റിപ്പീറ്റേഷൻ കൊണ്ട് വിഷമിച്ചു എന്ന് വിചാരിക്കരുത്. അതങ്ങനെ വന്നു പോകുന്നതാണ്. അത്രയ്ക്ക് വലിയ ഒരു അവസ്ഥയാണ് ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പം 494 ഇതാ കർത്താവിൻ്റെ ദാസി. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വാക്കിന് ഇങ്ങനെ പ്രത്യുത്തരം നൽകിക്കൊണ്ട് മറിയം യേശുവിൻ്റെ അമ്മയായി. എന്തോ ഒരു വലിയ കാര്യമാണ്. ദൈവമാതാവ്, ദൈവത്തിൻ്റെ അമ്മ, തിയോട്ടോക്കോസ് എന്ന്, അതാണ് ദിവ്യമാതൃത്വം. ജനുവരി 1-ാം തീയതിയാണ് ദിവ്യമാതൃത്വത്തിൻ്റെ തിരുനാൾ. തിയോട്ടോക്കോസ്, ദൈവത്തിൻ്റെ അമ്മ. രക്ഷയെ സംബന്ധിച്ച
ദൈവേഷ്ടത്തെ കണ്ടോ, അതാണ് രക്ഷയെ സംബന്ധിച്ച് ദൈവേഷ്ടത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട്, രക്ഷയെ സംബന്ധിച്ച ദൈവേഷ്ടത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട് പാപത്തിൻ്റെ യാതൊരു വിഘ്നവും കൂടാതെ മറിയം തന്നെ മുഴുവനായും സ്വപുത്രനും അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിനും സമർപ്പിച്ചു. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മറിയം എന്ത് ചെയ്തു? സമർപ്പണം എന്ന് പറയണം. അങ്ങനെയാണ് ഈ കോൺസെക്രേറ്റഡ് ലൈഫ് എന്ന് പറയുന്നുണ്ടായത്. ഇപ്പോൾ കന്യക അല്ലെങ്കിൽ ആ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ കോൺസെക്രേറ്റഡ് ലൈഫ്, സന്യാസിനിമാർ, ഇത് പഴയ നിയമത്തിലിങ്ങനെ സന്യാസിനിമാരുടെ ഒരു ആത്മീയതയൊന്നും ഉണ്ടായിരുന്നില്ല. മറിയം തൻ്റെ പെർപെക്ച്വൽ വെർജിനിറ്റി, തൻ്റെ നിത്യ കന്യകാവ്രതം ഈശോയ്ക്ക് സമർപ്പിച്ചു. നിത്യകന്യകയായി ജീവിതം മുഴുവനും നിത്യകന്യകയായി ജീവിച്ചു, ഒരു പുരുഷ സ്പർശമേക്കാതെ. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളവിടെ സുവിശേഷത്തിലെ ചില വചനങ്ങളിൽ നമുക്കതിന് സംശയമുണ്ടാക്കുന്നതായിട്ട് തോന്നും. അവൻ്റെ സഹോദരന്മാർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പലരും അതുകൊണ്ട് ആർഗ്യുമെൻ്റ് യേശുവിൻ്റെ സഹോദരർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു എന്നല്ല. അത് തെറ്റായ ആ വ്യാഖ്യാനം സഭ പഠിപ്പിക്കുന്നത്. അത് മറിയത്തിൻ്റെ മക്കളായിട്ടല്ല, അത് സഹോദരന്മാരെ, കസിൻസിനെ എല്ലാം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തെ നമ്മൾ വെറും കന്യകയായിട്ടല്ല, പെർപെക്ച്വൽ വെർജിനിറ്റി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിസ്റ്റർമാരെല്ലാം ആ പെർപെക്ച്വൽ വെർജിനിറ്റിയുടെ ഒരു ആ കോൺസെക്രേറ്റഡ് ലൈഫ്, അങ്ങനെ ഒരു ജീവിതം തന്നെ സഭയിലുണ്ടായിരിക്കുന്നത്, കോൺസെക്രേറ്റഡ് ലൈഫ്. അപ്പം മാതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ എന്നാൽ അതേ സമയത്ത് കുടുംബസ്ഥരായിട്ടുള്ളവർക്ക് കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള ഒന്നും അതും. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയെ സംബന്ധിച്ച് ദൈവേഷ്ടത്തെ പൂർണ്ണ ഹൃദയത്തോടെ, അതാണ് ദൈവത്തിൻ്റെ ഹിതത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട് പാപത്തിൻ്റെ യാതൊരു വിഘ്നവും കൂടാതെ മറിയം തന്നെ മുഴുവനും സ്വപുത്രനും അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിന് സമർപ്പിച്ചു. നമ്മൾ ഈ ബൈബിൾ മുഴുവനും പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ്, എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവനും ആവശ്യം തന്നെ? മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ഓരോരുത്തരുടെയും ജീവിതം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് മറിയത്തിൻ്റെ. ഇപ്പോൾ ഞാനിത് മരിയോളജി ആയിട്ട് മാറും. ഇപ്പോൾ ഇത് അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിന് സമർപ്പിച്ചു. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, എന്നോട് ക്ഷമിക്കണം, നമ്മൾ കുഞ്ഞുനാളിലെ പഠിച്ചേക്കണത് മുഴുവനും, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കണം, നീ എന്താകണം, നീ തീരുമാനിക്കും, നീ എൻജിനീയർ ആകണോ, ഡോക്ടർ ആകണോ, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആകണോ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണോ എന്ന് നീ വേഗം തീരുമാനിക്കും. 10ാം ക്ലാസ്സിന് മുമ്പേ തന്നെ ഈ തീരുമാനം നമ്മളുണ്ടാകണം. അതനുസരിച്ച് നിൻ്റെ മാർക്കുകൾ, അതനുസരിച്ച് നീ ഏത് ഗ്രൂപ്പിൽ മുൻതൂക്കം കൊടുക്കണം, സയൻസ് ഗ്രൂപ്പ് എടുക്കണോ, മാത്തമാറ്റിക്സ്, ഇതൊക്കെ നീ പഠിക്കണം. എന്നിട്ട് 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഗ്രൂപ്പിൽ നീ പോയി പഠിക്കണം, അതനുസരിച്ച് കോളേജിൽ പഠിക്കണം. നിൻ്റെ ലക്ഷ്യം മുഴുവനും എന്താകണം എന്നുള്ളതാണ്. നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ രക്ഷാകര പ്രവർത്തനത്തിൽ തോമാസേ നിനക്ക് എന്താണ് പങ്കാളിത്തം? ദൈവം നമ്മളെ സൃഷ്ടിച്ച ലക്ഷ്യം അതാണ്. ദൈവം ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നിരിക്കാം, അതനുസരിച്ച് നമ്മൾ എന്തുവേണം ചെയ്തോ. പക്ഷെ അതോടൊപ്പം ഈ രക്ഷാകര പ്രവർത്തനത്തിൽ ഒരു ക്രിസ്ത്യാനിയായ നിനക്ക് എന്താണ് ഇവിടെ നമ്മളെ ഈ ജർമ്മനിയിലെ
ഒരു മലയാളി സിസ്റ്ററുണ്ട്, സിസ്റ്റർ മാർഗരിത്ത വളപ്പില. ആ മാർഗരിത്ത അമ്മയുടെ ഒരു സാക്ഷ്യം ഇങ്ങനെയാണ്. അവർ ഡോക്ടർക്കാകണമെന്നൊക്കെ മാതാപിതാക്കൾ തീരുമാനിച്ചു. പക്ഷെ 10ാം ക്ലാസ്സിൽ 1 മാർക്കിന് ഫെയിലായി. ഓരോ മാർക്കിന് ഭയങ്കര പ്രയാസമായിപ്പോയി. അപ്പോൾ പണ്ട് കാലത്ത്, ഇപ്പോഴെങ്ങനെയെന്ന് എനിക്കറിയില്ല, ഇനി കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ കമ്പാർട്ട്മെൻ്റ് എടുത്ത് പഠിച്ചാൽ കോളേജിൽ പോകാൻ പറ്റില്ല. ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചാൽ കോളേജിൽ പോകാൻ പറ്റില്ല. മുഴുവനും വീണ്ടും എഴുതിയാലേ കോളേജിൽ പോകാൻ പറ്റുള്ളൂ. അതിനുള്ള ധൈര്യവുമില്ല. ഇനി മുഴുവനും വീണ്ടും എഴുതാൻ പോയാൽ ഇനി കൂടുതൽ മാർക്ക് നഷ്ടമാകുമെന്ന്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നീ കമ്പാർട്ട്മെൻ്റ് എഴുത്. അതുകൊണ്ട് കോളേജിൽ പോലെ നടന്നില്ല. അങ്ങനെ കണ്ടോ, ഡോക്ടറാവണമെന്നും പോകണമെന്നൊക്കെ വിചാരിച്ചത് 1 മാർക്കിന് തോറ്റു. അവസാനം ആ സമയത്ത് അപ്പോൾ അങ്ങനെ കമ്പാർട്ട്മെൻ്റ് എഴുതി 10ാം ക്ലാസ് പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജർമ്മനിയിൽ നിന്ന് സിസ്റ്റർമാർ വൊക്കേഷൻ പ്രൊമോഷൻ അവിടെ വന്നപ്പോൾ ആ വൊക്കേഷൻ പ്രൊമോഷന് വേണ്ടി പെൺകുട്ടികളെല്ലാം വിളിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയത്ത് ആൾക്ക് മനസ്സിലായി എൻ്റെ വിളി കന്യാസ്ത്രീയാകാനാണെന്ന്. അങ്ങനെ ആ കാലഘട്ടത്ത് കപ്പലിൽ നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ വന്നു, കന്യാസ്ത്രീയായി. 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് നാട്ടിൽ പോയത്. അങ്ങനെ ഇന്ന് അവർ ഇവിടെ ജർമ്മനിയിലെ വളരെ വലിയ ഒരു വചന പ്രഘോഷകയും ഒരു ധ്യാന കേന്ദ്രം നടത്തുകയും ചെയ്യുകയാണ്. ഞാനൊക്കെ യൂറോപ്പിലേക്ക് വരുന്നത് അവരുടെയും കൂടി സഹായത്തോടു കൂടിയായിരുന്നു. അപ്പം 1 മാർക്ക് തോറ്റുപോയി. കണ്ടോ, അത് കർത്താവ് പരിപാടി ചെയ്തതായിരുന്നു. ആ 1 മാർക്കിന് തോറ്റില്ലായിരുന്നുവെങ്കിൽ അവരുടെ വിളി വേറെ ഡയറക്ഷനിൽ പോയനെ. അപ്പോൾ എന്ന പോലെ നമ്മൾ ഓരോരുത്തർക്കും രക്ഷാകര പ്രവർത്തനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിപ്പോഴെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിൽ ഉപ്പാകാനും പ്രകാശമാകാനും രക്ഷാകര പ്രവൃത്തികളിൽ എന്തെങ്കിലും ഓരോരുത്തർക്കും ഒരു പങ്കാളിത്തം ഉണ്ട് എന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയേണ്ടി വരികയാണ്. തന്നെ മുഴുവനായും സ്വപുത്രന് അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിന് സമർപ്പിച്ചു. ഇപ്പോൾ പറയാണ്, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കുവാൻ വഴി ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. ഈശോമിശിഹായുടെ വാഗ്ദാനം എന്താ? ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കുവാൻ പരിശുദ്ധ കന്യാമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. ഈശോമിശിഹായുടെ വാഗ്ദാനം എന്താ? ഈശോമിശിഹ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്? ഇതൊക്കെ പറയുമ്പോൾ ചിലർ പറയും, ബ്രദർ എഞ്ചിനീയർ പഠിച്ചു, ബ്രദറിൻ്റെ മക്കളെ പഠിപ്പിച്ചു, എന്നിട്ട് ഇപ്പം ഞങ്ങളോട് മക്കളൊന്നും പഠിപ്പിക്കാതിരുതെന്നാണ് പറയണതെന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചത് തെറ്റായെന്ന് തന്നെ ഞാൻ പറയണത്. എൻ്റെ ഒരു മകളെ, ഒരാളെ ഞാൻ തിയോളജി പഠിപ്പിച്ചു, ഒരാളെ എൻജിനീയറിങ് പഠിപ്പിച്ചു. അവൻ കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാവുമായിരിക്കും. ആ എൻജിനീയറിങ് പഠിച്ച ആൾ എൻജിനീയറാണ് എന്ന് വിചാരിച്ച് ഈ കർത്താവിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ എൻജിനീയറിങ് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടർ എൻജിനീയർ ആയാൽ മൾട്ടിനാഷണൽക്കാർ അവനെ മുഴുവനും ഉപയോഗിക്കുകയല്ലേ ചെയ്യുക. അവന് വീട്ടിലും സമയമില്ല, മാതാപിതാക്കൾക്ക് സമയമില്ല, മക്കൾക്ക് സമയമില്ല, കാറ്റഗിസം പഠിക്കാൻ സമയമില്ല, സുവിശേഷം പഠിക്കാനും സമയമില്ല. അങ്ങനത്തെ ഒരു ലൈഫിൽ പോയി. അതുകൊണ്ടാണ് ഞാൻ പറയണത്, മക്കളെ നമ്മൾ, അല്ലാണ്ട് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു എന്നിട്ട് ബാക്കിയുള്ളവർ പഠിപ്പിക്കേണ്ട എന്നല്ല, പഠിപ്പിച്ചോ. പക്ഷേ പഠിപ്പിക്കണോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് ഈ ഓറിയൻറ്റേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവാധീനത്തിന് എൻ്റെ മക്കൾക്ക് ആ ഓറിയൻറ്റേഷൻ കിട്ടി, അതുകൊണ്ട് ദേ ആർ ഡൂയിങ് ഗുഡ്, അവരേക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരു സ്ഥലങ്ങളിൽ നമുക്ക് കാണാം, ഈ വചനവും വചനത്തിൻ്റെ ഉള്ളു പഠിക്കാതിരിക്കുന്നവർക്ക് അതിൻ്റേതായ കുറവ് നമുക്ക് കാണാം. അപ്പോൾ അത് നമ്മൾ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ മാത്തമാറ്റിക്സിൽ മാർക്ക് കുറഞ്ഞാൽ നമ്മൾ ട്യൂഷൻ കൊടുക്കും, ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞാൽ ട്യൂഷൻ കൊടുക്കും. എന്ന പോലെ
ദൈവവചനത്തിനെ പഠിപ്പിച്ച് അതിൽ മാർക്ക് കുറഞ്ഞാൽ ട്യൂഷൻ കൊടുത്ത് നമ്മൾ അവർക്ക് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന എഞ്ചിനീയറോ ഡോക്ടറോ ഒന്ന മാതിരിയൊന്നുമല്ല. അവരെക്കുറിച്ചുള്ള ദൈവഹിതം പൂർത്തിയായാൽ മാത്രമേ അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമൃദ്ധിയും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അപ്പം അത് നമുക്ക് കാണാം. നമ്മൾ വളരെ പ്രതീക്ഷകളോടെ പലതും പഠിപ്പിച്ച് വലുതാക്കിയ ആളുകൾ അവരിപ്പോൾ വലുതായി ജോലിയെല്ലാം കിട്ടി നല്ല കാശൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പ്രാർത്ഥനയുടെ കാര്യമൊന്നും കേൾക്കണ്ട. അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, അവർക്ക് പള്ളിയിൽ പോകാൻ സമയമില്ല, അവർക്ക് കർത്താവിൻ്റെ കാര്യത്തിന് എന്നും ചെയ്യാൻ സമയമില്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ ഇത് കുറ്റമായിട്ടല്ല പറയണത്. ഇതിനെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം? നമ്മളെ എല്ലാ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് കൂടി വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ്. ഇത് നമ്മളെ മാതാപിതാക്കൾ ഒന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞ് അത് പ്രാർത്ഥിക്കുമ്പോൾ ആ രീതിയിൽ നമ്മുടെ തലമുറകളെ മാറ്റി പഴിക്കാൻ പറ്റും. സ്വപുത്രനോടൊത്ത് അവിടുന്ന് ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയാൽ പരിത്രാണ കർമ്മത്തിൻ്റെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത്. കണ്ടോ, വീണ്ടും ശുശ്രൂഷ ജീവിതം. സ്വപുത്രനോടൊത്ത് അവിടുന്ന് ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയാൽ പരിത്രാണകർമ്മത്തിൻ്റെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത്. ഇത് നമുക്കെല്ലാം ബാധകമാണത്. ഇനി തുടർന്ന് വിശുദ്ധ ഇരേനിയോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. വിശുദ്ധ ഇരേനിയോസ് പ്രസ്താവിക്കുന്നത് പോലെ സ്വന്തം അനുസരണം മൂലം മറിയം തനിക്ക് മാനവവംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നു. തനിക്കും മാനവവംശം മുഴുവനും സ്വന്തം അനുസരണം മൂലം മറിയം തനിക്കും, അതായത് തൻ്റെ തന്നെ രക്ഷയ്ക്കും മാനവവംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ ലോകത്തിൻ്റെ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. ജോൺ ക്രിസോസ്റ്റം പിതാവ് പറഞ്ഞിരിക്കുകയാണ്, അതിലൂടെ ഈശോ അവരെ പഠിപ്പിച്ചത് ഇതാണ്: നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വ്യക്തിയിലൂടെയും ലോകം മുഴുവനിലേക്കും മിന്നൽ പോലെ ദൈവത്തിൻ്റെ പ്രസാദവരത്തെ പ്രസരിപ്പിക്കാനുള്ള ഒരു വരം നമ്മളിലുണ്ട്. വളരെ അദൃശ്യമായിരിക്കാം അത്, ദൃശ്യമാകാം, ചിലപ്പോൾ അദൃശ്യമാകാം. നമ്മൾ വീട്ടിൽ, നമ്മുടെ പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൊച്ചുരശ്യ പുണ്യവതി വേറെ എങ്ങും പോയില്ല, ആ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കാർമൽ കോൺവെൻറ്റിലിരുന്ന് പ്രാർത്ഥിച്ചു. വേണ്ട, കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വീടുണ്ടോ കൊച്ചുരശ്യ അറിയാത്തത്? കൊച്ചുരശ്യ കേരളത്തിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ തന്നെ മതി. ഓ എൻ്റെ ഈശോ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണേ, നിരാത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും. കണ്ടോ എവിടെ ചെന്നു നമ്മുടെ പ്രാർത്ഥന? എല്ലാ ആത്മാക്കളിലേക്കും പോവുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ശംശിയായുടെ ദാരുണമായ പീഡാനുഭവത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും. കണ്ടോ, നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഈ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവനിലുമുള്ള എല്ലാ ആത്മാക്കളിലും കർത്താവിൻ്റെ കരുണ ചെല്ലുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവൻ്റെയും രക്ഷയിൽ ഭാഗമാക്കുകളാണ്. സഭയിൽ ഓരോ വിശുദ്ധ കുർബാനയും അർപ്പിക്കുന്നത് ലോകം മുഴുവന് വേണ്ടിയിട്ടാണ്.
500,000 5 ലക്ഷം വിശുദ്ധ കുർബാനയാണ് നമ്മളൊരു ദിവസം അർപ്പിക്കുന്നത്. നമ്മൾ ഒരൾത്താരയിൽ അർപ്പിക്കുന്ന മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായി കണ്ടോ പ്രാർത്ഥനകൾ പോകണം കേട്ടോ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായി. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ള ഈ ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും സ്വന്തം ജീവൻ, സ്വന്തം രക്ഷയെ, സ്വന്തം കാര്യത്തെ നോക്കുന്നവരല്ല. അതാണ് മാതാവ് സ്വന്തം കാര്യമല്ല അവിടെ നോക്കുന്നത്. സ്വന്തം അനുസരണം മൂലം തനിക്കും മാനവവംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നു. അതുകൊണ്ടാണ് അനേകം ആദിമസഭാപിതാക്കന്മാർ ഉദ്ഘോഷിക്കുന്നത്, ഹവ്വായുടെ ധിക്കാരം മൂലമുണ്ടായ ബന്ധനം അഴിക്കുവാൻ മറിയത്തിൻ്റെ അനുസരണത്തിന് കഴിഞ്ഞു. കന്യകയായ ഹവ്വ അവിശ്വാസം കൊണ്ട് തീർത്ത ബന്ധനത്തെ മറിയം തൻ്റെ വിശ്വാസം കൊണ്ട് അഴിച്ചു കളഞ്ഞു. ഉത്ഭവപാപത്തിൻ്റെ തന്നെ അവസ്ഥയിൽ മറിയം ഇടപെട്ടു. ഹവ്വായോട് ഉപമിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ അവളെ ജീവിക്കുന്നവരുടെ മാതാവ് എന്ന് പ്രകീർത്തിക്കുന്നു. ഹവ്വായിലൂടെ മരണം, മറിയത്തിലൂടെ ജീവൻ എന്ന് അവർ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളിവിടെ നിർത്തണം, സമയമായി. ഇത് കുറച്ച് വിശദമായിട്ട് പോകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണല്ലോ മാതൃഭക്തി, മരിയ ഭക്തി. അപ്പം ആ മരിയ ഭക്തിക്ക് വെറും ചടങ്ങ് രൂപത്തിലുള്ള കൊന്ത ചെല്ലലും കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥനയും പോരാ. നമ്മൾ കൂടുതൽ ആഴത്തിൽ മരിയ ഭക്തിയിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് കഴമ്പുണ്ടാകും. കഴമ്പ്, ദ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. മറിയത്തിൻ്റെ പ്രത്യുത്തരം, അതിൽ ഒന്ന് വചനത്തിന് പ്രത്യുത്തരം കൊടുക്കുന്നതിന് കാരണം വചനം ഹൃദയത്തിലുണ്ടായിരുന്നു. മറ്റൊന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ അറിവ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയുമ്പോൾ അത് ഒരു കാറ്റുപോലെയല്ല, അത് വ്യക്തിയാണ് എന്നുള്ള അവബോധം ഇന്നും നമുക്കുണ്ടാകണം. ആമേൻ.